അതിനകത്ത് കയറാൻ ഇഷ്ടമില്ല. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് നിന്ന് രാജവെമ്പാലയെ കണ്ടെത്തിയിരിക്കുന്നത്. രാജവെമ്പാലയൊക്കെ കൂട്ടത്തോടെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണോ എന്നൊരു സംശയമാണുള്ളത്. അത്തരത്തിലൊരു ആശങ്ക വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ രാജവെമ്പാലയെ കണ്ടെത്തിയിരിക്കുന്നത് കണ്ണൂർ കീഴ്പള്ളി മാങ്ങോട് നിന്നാണ്. അവിടെ പുതുപ്പറമ്പിൽ മത്തായി എന്ന ആളുടെ വീടിന് മുന്നിൽ നിന്നാണ് ഈ ഒരു പെരുമ്പാമ്പിനെ രാജവെമ്പാലയെ കണ്ടെത്തുന്നത്. അതായത് ഇന്ന് ഈ വീട്ടിലെ ഒരു യുവാവ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ പാമ്പിനെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഫോറസ്റ്റിനെ വിവരമറിയിച്ചു. അതിനുശേഷം ഈ പാമ്പ് പിടുത്തക്കാരനായിട്ടുള്ള ഫൈസൽ അദ്ദേഹത്തിനെ കൂടി വിവരമറിയിച്ചിരുന്നു. അങ്ങനെ ഈ ഫൈസൽ എത്തിയിട്ടാണ് ഈ പാമ്പിനെ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ, ഏറെ ശ്രമകരമായ പ്രയത്നമായിരുന്നു, അതിനൊടുവിൽ അതിനെ പിടികൂടുകയായിരുന്നു. അതിന്റെ നീളമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്ര വലിയ ഒരു പാമ്പാണെന്ന്. എന്തായാലും ഇതിനെ പിടികൂടിയിട്ടുണ്ട്. പ്രദേശത്ത് ഇത്തരത്തിൽ ഇങ്ങനെ പാമ്പുകൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്ന് വനംവകുപ്പ് പറയുകയാണ്. ഇതിന് തലേ ദിവസം തന്നെയാണ് വീടിനുള്ളിൽ നിന്നും, കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരു പാമ്പിനെ കണ്ടെത്തിയ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ പാമ്പുകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു. സാധാരണ മാർച്ച് മാസം ഇറങ്ങാറുള്ള പാമ്പ് ഇത്തവണ ഈ സമയത്ത് ഡിസംബറിലാണ് കൂടുതൽ കാണാറുള്ളതെന്നും വനംവകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത്. SKM.